വടക്കേ മലബാറിന്റെ വരദാനമാണ് ആടിയും വേടനും ഗളിജനും ഉൾപ്പെടുന്ന കർക്കിടക തെയ്യങ്ങൾ. വീടുകൾ തോറും കയറിയിറങ്ങി ജ്യേഷ്ഠയെ കുടിയിറക്കി ആദിയും വ്യാധിയും മാറ്റാനാണ് ഇവർ വരുന്നത്. വേട രൂപം ധരിച്ച ശിവപാർവതിമാരാണ് കർക്കിടക തെയ്യം എന്നാണ് സങ്കല്പം. കർക്കിടക സംക്രമം മുതൽ ആടി വേടൻ ആരംഭിക്കും. ഈ തെയ്യങ്ങൾ യഥാക്രമം ആടി, പാർവതി, വണ്ണാൻ, വേടൻ, ശിവൻ, മലയർ, ഗളിജൻ, അർജുനൻ, കോപ്പാളർ ആണ് കെട്ടിയാടുന്നത്. പാശുപതാസ്ത്രത്തിനു വേണ്ടി തപസ് ചെയ്ത അർജുനനുമായി ബന്ധമുള്ളതാണ് ആടിവേടന്റെ ഐതിഹ്യം. കിരാത അർജുനീയം കഥ നടന്ന നാടാണ് കാസർഗോഡ്. വനവാസകാലത്ത് ഇന്ദ്രന്റെ ആജ്ഞപ്രകാരം പാശുപതാസ്ത്രത്തിനു വേണ്ടി തപസ്സിൽ ഏർപ്പെട്ട അർജുനനെ പരീക്ഷിക്കാൻ ശ്രീ പരമേശ്വരനും പാർവതിയും കിരാതവേഷം ധരിച്ചു. ഇന്നത്തെ അടൂർ മഹാലിംഗേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് പാർവതി പരമേശ്വരന്മാർ അർജുനന് മുന്നിൽ പ്രത്യക്ഷമായത്. വേടനും അർജുനനും യുദ്ധം ചെയ്തതും അവിടെയാണ്. ഭഗവാന്റെ അമ്പ് തറച്ച സ്ഥലം കുറ്റിക്കോലും അമ്പ് ഏറ്റ് പന്നി വീണ സ്ഥലം ഇന്നത്തെ ബന്തെടുക്ക എന്നാണ് പറയപ്പെടുന്നത്. മല്ലികാർജുന എന്നാണ് കാട്ടാള വേഷം ധരിച്ച പാർവതി പരമേശ്വരന്മാരെ പറയുക. തെയ്യം വീട്ടിൽ വരുമ്പോൾ വേടന് കിണ്ണത്തിൽ ഗുരുസി ഭസ്മം കൊണ്ട് തെക്കോട്ടും, ആടിക്ക് ഗുരുസി മഞ്ഞൾ നൂറും കൊണ്ട് വടക്കോട്ടും, ഗളിജന് വെണ്ണീർ കൊണ്ട് കിഴക്കോട്ടുമാണ് ഗുരുസി ഒഴിയാറുള്ളത്.